ഇങ്ങോട്ട് വന്നത് കൊളുക്കുമല കയറണം എന്നൊരു പ്ലാനോട് കൂടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്ന് കൊളുക്കുമലയെല്ലാം കണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. 2 മണി വരെ നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. എന്നാലും വെറുതെ സമയം കളയണ്ടല്ലോ എന്നോർത്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിവിടുത്തെ മെയിൻ സിറ്റി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. ഈ കാണുന്ന ഇടതുഭാഗത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ സിറ്റിയിൽ നിന്ന് മാറി നേരെ ഇനി കുമളി റൂട്ടാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുവരെ എങ്ങോട്ടും നമ്മൾ പോകണമെന്ന് ഇതുവരെയായിട്ടും പ്ലാൻ ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഒരു റൂം വേറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ക്യാൻസലായിപ്പോയി. പിന്നെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ട് തിരിച്ചിപ്പം ഡയറക്റ്റ് കുമളിക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇതുവരെ വെയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് മടുപ്പൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഓറഞ്ച് വിൽക്കുന്നിടം. അപ്പം ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇവർ വിൽക്കുന്നതാണ്. കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 കിലോ മേടിച്ചു. 1 കിലോ മേടിച്ചതിന് 100 രൂപയായി. അങ്ങനെ വരുന്ന വഴിക്കാണ് പ്ലാൻ കമ്പത്തിന് പോയേക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളിപ്പോൾ കമ്പം ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കൂട്ടറിനൊക്കെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ സ്ലിപ്പാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റോഡുകൾ മൊത്തം വളവും അതേപോലെ തന്നെ മൊത്തം ഗട്ടറുള്ള റോഡുകളാണ്. ഈ ഒരു വഴി വന്നപ്പം മൊത്തം ടോറസ് പോലത്തെ വലിയ വാഹനങ്ങളാണ് കണ്ടത്. അപ്പോൾ ഓരോ വളവൊക്കെ വരുമ്പോഴത്തേക്ക് നിർത്തി വേണം നമുക്ക് പോരുവാൻ വേണ്ടി. അത്യാവശ്യം സമയമെടുത്താണ് താഴെ വരെ ഇപ്പോൾ വന്നത്. ഈ വരുന്ന വഴിക്കൊക്കെ നമുക്ക് കുരങ്ങന്മാരെയൊക്കെ ഇപ്പോൾ കാണാൻ തുടങ്ങി. ഇപ്പോൾ കമ്പം എടുക്കാറായിട്ടുണ്ട്. അപ്പോൾ കാണുന്നതാണ് കമ്പം സിറ്റി. ഇപ്പോൾ ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ്. അങ്ങനെ കയറി ഓർഡർ ചെയ്തത് മീൽസ് ആയിരുന്നു. അതിൻ്റെ കൂടെ അത്യാവശ്യം കറികളും അതേപോലെ ഒരു സ്പെഷ്യൽ കറിയായിട്ട് മീൻകറിയും ഓർഡർ ചെയ്തു. അങ്ങനെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ കഴിച്ച് തിരിച്ചിറങ്ങി വന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ കമ്പം സിറ്റിയിലോട്ടുള്ളൂ. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണിത്. ഇത് നെല്ലല്ല, വേറെ എന്തോ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊയ്യാനായിട്ട് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നത് MSR ഈ മുന്തിരിത്തോപ്പിലോട്ടാണ്. അപ്പോൾ ഇവിടെ വന്ന അത്യാവശ്യം നല്ല ഒരു കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് നമ്മൾ മീൽസ് കഴിച്ച അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പം ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ കുറച്ച് മൃഗങ്ങളെയൊക്കെ അവർ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെ തൊടുവാനൊക്കെ സാധിക്കും. അപ്പം അതിനൊരു എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കടന്ന് നമ്മളെ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്. അത് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി. അപ്പം നമ്മൾ അവിടെ നിന്നും കയറി ഇവരുടെ ഒരു വരണ്ട പ്രദേശത്തെ ഇതേപോലെ മാറ്റിയെടുത്ത് ഒരു ഫലഭൂഷ്ടമായ പ്രദേശമാക്കി മാറ്റിയെടുത്തതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ഗുഹ പോലെ കാണുന്നിടത്തൂടെ വേണം നമുക്ക് അപ്പുറത്തോട്ട് കടക്കുവാൻ വേണ്ടി. എല്ലാം ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി വായിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ ഗുഹ പോലെയുള്ള സ്ഥലത്തൂടെ കയറി നമ്മൾ അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഇവിടെയാണ് ഇനി കൂടുതൽ കാഴ്ചകളുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഗുഹ ഇറങ്ങി ചെല്ലുന്നിടത്ത് മൊത്തം കൃഷികളാണ്. പൂക്കളുടെയും പച്ചക്കറികളുടെയും അതേപോലെ പഴങ്ങളുടെയും ഒക്കെ കൃഷികളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പം ഓരോന്നിൻ്റെയും ഹിസ്റ്ററികൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് അതെല്ലാം നോക്കി വായിച്ച് മനസ്സിലാക്കി നമുക്ക് ഓരോന്ന് കണ്ടു തന്നെ ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കും. അപ്പം ഇതൊരു ഫാം ഹൗസ് പോലെ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്താണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ ഇതിനകത്ത് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഈ ഒരു ഏരിയയിൽ പൂക്കളും അതേപോലെ പച്ചക്കറികളൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. തക്കാളിക്കയും പച്ചമുളകൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പം ഇവിടെ കുറച്ച് സ്റ്റാഫുകളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇതൊക്കെ ഇതിൻ്റെ ഓണറിൻ്റെ വീട്ടിലോട്ടുള്ളതാണ്, അല്ലാതെ വെളിയിലോട്ട് വിൽക്കാനൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ലെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ കാണുന്നത് ചെറിയ നാരകത്തിൻ്റെയൊക്കെ തൈകളാണ്. നമ്മൾ ഇത്രയും കണ്ട് വന്നത് ഇവിടെ ഒരു വഴുതനത്തോട്ടമുണ്ട്. വഴുതനത്തോട്ടം അത്യാവശ്യം നന്നായിട്ട് നിൽപ്പുണ്ട്, എല്ലാം പൂവിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇതൊന്നും വിൽക്കാനുള്ളതല്ല, ഇത് ഓണറിൻ്റെ വീട്ടിലോട്ട് മാത്രമേ കൊണ്ടുപോകുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കിടന്ന് ചീഞ്ഞ് പോവുകയുള്ളതെന്നാണ് പറഞ്ഞത്. ഇതിവിടെ ഈ നിറച്ച് ക്യാപ്സിക്കത്തിൻ്റെ തോട്ടമാണ്. ഈ കാണുന്ന ക്യാപ്സിക്കത്തിൻ്റെ തോട്ടമല്ല, അപ്പോഴത്തേക്ക് ഇത് മൊത്തം ചീഞ്ഞ് പോവുകയാണ് ക്യാപ്സിക്കം. ഇനി ആ കാണുന്ന ഒരു ഏരിയയിൽ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കാണേലും അകത്തേക്ക് കയറി ആടാനൊക്കെ സാധിക്കും.
അങ്ങനെ ഞാനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോയി. അത്യാവശ്യം നമുക്കിവിടെ നടന്ന് കാണാനുള്ള കാഴ്ചകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം പണിത എഞ്ചിനീയറിൻ്റെ സ്റ്റാച്യു. അപ്പം ഇതൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്റ്റാച്യു തന്നെയാണ്. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ ഡീറ്റെയിൽസും അതിന് ഉപയോഗിച്ച സാധനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഈ കേണലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെൻസ്റ്റോക്ക് പൈപ്പുകളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത് വേറൊരു സ്ഥലത്തേക്ക് വന്നു. അപ്പം ഇവിടെ ഈ മുന്തിരിങ്ങ ഉണക്കാനിടുന്ന സ്ഥലമാണ്. ഇപ്പോൾ അതെ ഉണക്ക മുന്തിരിയാണ്, അവരങ്ങനെ ഉണക്കുന്നതെന്നാണ് ഇപ്പോൾ കണ്ടത്. മുന്തിരി അവിടെ നിന്ന് ഇതേ പൊട്ടുമുന്തിരിയാണിത്, പച്ച. ഇതിപ്പോൾ ഉണ്ടായി വന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം കണ്ടു തീരാറായി. അങ്ങനെ നമ്മളൊന്ന് റൗണ്ട് അടിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എൻട്രൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ആ കാണുന്ന ഭാഗത്തൊക്കെ, അതായത് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ മുകളിലൂടെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ സാധിക്കും. അതും നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ അവിടെയും കയറുവാൻ വേണ്ടി. അപ്പോൾ ഇവിടെ മുന്തിരി കൊണ്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ വിൽക്കുന്ന ഒരു കൗണ്ടർ നമ്മൾ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് കാണുവാൻ സാധിച്ചു. പിന്നെ വേറെ ഒരു കൗണ്ടർ സെപ്പറേറ്റ് നമുക്ക് ഈ എൻട്രൻസിൻ്റെ അവിടെയും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതൊക്കെ പഴുത്ത മുന്തിരിങ്ങയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു കൗണ്ടറുണ്ട് മുന്തിരി ജ്യൂസ് വിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഒരു മുന്തിരി ജ്യൂസും കുടിച്ച് വേറെ ഒരു കൗണ്ടർ കണ്ടു. അവിടെ നിന്നൊരു വൈനും മേടിച്ചു. അങ്ങനെ ആ വൈനും പാക്ക് ചെയ്ത് ഞങ്ങൾ വെളിയിൽ വന്ന് 3 ബോക്സ് മുന്തിരിങ്ങ മേടിച്ചു. അകത്തു നിന്ന് മേടിക്കാമെന്ന് വെച്ചാൽ അവിടുത്തെ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെളിയിൽ വന്ന് മേടിച്ചത്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആകാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത്യാവശ്യം വെയിലൊക്കെ ഇപ്പോൾ താന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പ് നേരിട്ട് കാണുവാൻ സാധിച്ചു. പിന്നെ അതേപോലെ വെള്ളച്ചാട്ടമൊക്കെ കടന്ന് നമ്മളിപ്പം കേരളത്തിൻ്റെ ബോർഡർ കയറി. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്.